നിങ്ങൾക്കറിയാമോ ലോക്കൽ പാക്കും എക്സ്പോർട്ട് പാക്കും തമ്മിലുള്ള ക്വാളിറ്റി ഡിഫറൻസ്? ലോക്കൽ പാക്കുകളിൽ നമുക്ക് ന്യൂസിലൻഡിൽ മാൻഡേറ്ററി റിക്വയർമെന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് ഒരിക്കലും കാണാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഞാനൊരു എക്സ്പോർട്ട് പാക്ക് കാണിക്കാം. അതിൽ തീർച്ചയായിട്ടും ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ ഹെൽത്ത് കോൺഷ്യസിനെ ഏറ്റവും അധികം ബെനിഫിഷ്യൽ ആക്കും. നിങ്ങളൊരു ലോക്കൽ പാക്ക് ശ്രദ്ധിച്ചാൽ അതിനകത്ത് ഒരിക്കലും ആര് ഈ ന്യൂസിലൻഡിലേക്ക് ഇമ്പോർട്ട് ചെയ്തു എന്നുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ നിങ്ങളൊരു എക്സ്പോർട്ട് പാക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ആര് ഇമ്പോർട്ട് ചെയ്ത ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഒരു കസ്റ്റമർ ലോക്കൽ പാക്കറ്റ് കൺസ്യൂം ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഫുഡ് പോയ്സൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ലീഗലി MBAയിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് ന്യൂസിലൻഡ് മാർക്കറ്റിൽ നിന്ന് റീകോൾ ചെയ്യാൻ പ്രോസസ്സ് സഹായിക്കുന്നതല്ല. എന്നാൽ ഒരു ഇമ്പോർട്ടഡ് പാക്ക് നിങ്ങൾ കൺസ്യൂം ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പാക്കറ്റ് പരിശോധിച്ചാൽ ആരാണ് ന്യൂസിലൻഡിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ആ കമ്പനിക്കെതിരെ നിങ്ങൾക്ക് ലീഗൽ ആക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ 2 പൗഴം റൈസ് പാക്കറ്റുകൾ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുമോ ഏതാണ് എക്സ്പോർട്ട് പാക്കോ ഏതാണ് ലോക്കൽ പാക്കെന്നോ? ഞാൻ ഒന്ന് കാണിച്ചു തരാം. എക്സ്പോർട്ട് പാക്കിൽ എപ്പോഴും അവരുടെ ഹോളോഗ്രാം കാണും, എക്സ്പോർട്ട് പാക്ക് ഉള്ളിൽ നിന്ന് കാണും. അതേപോലെ എക്സ്പോർട്ട് പാക്ക് എപ്പോഴും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പ്രോസസ് ചെയ്യുന്ന കാരണം ഏറ്റവും കൂടുതൽ ഷെൽഫ് ലൈഫ് 2 വർഷം ഷെൽഫ് ലൈഫ് കിട്ടും. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആണ്, ന്യൂട്രീഷൻ ഇൻഫർമേഷൻ കാണും. എന്നാൽ ലോക്കൽ പാക്കിൽ ഇതൊന്നും ഈ ഇൻഫർമേഷൻ ഒന്നും കാണത്തില്ല. നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ പറ്റും ഒൺലി ഫോർ സെയിൽ ഇൻ കേരള എന്ന്. ന്യൂസിലൻഡ് താമസിക്കുന്ന നമ്മൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതാണ് നമ്മുടെ ഹെൽത്തിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കണോ അതോ വേണ്ടോ എന്ന്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക.